Hi all, welcome back to my new video. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും സേഫ് ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്കിൻ കെയർ DIY വീഡിയോയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് ഒരു ഫേസ് സിറം ഉണ്ടാക്കാൻ പറ്റും എന്നതിനെ പറ്റിയിട്ടാണ്. എങ്ങനെ നമുക്ക് DIY ആയിട്ട് ഒരു റോസ്ഹിപ്പ് ഓയിൽ ഫേസ് സിറം ഉണ്ടാക്കാൻ പറ്റും എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് വളരെ എഫക്റ്റീവായ രീതിയിൽ വളരെ അഫോർഡബിളായിട്ട് എങ്ങനെ ഒരു ഫേസ് സിറം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടുമാണ്. ഈ ഒരു റോസ്ഹിപ്പ് ഓയിൽ ഫേസ് സിറം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ 3 സാധനങ്ങളുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. അത് ഏതൊക്കെയാണെന്ന് ഞാൻ വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ പറയാം. ഈ ഒരു ഫേസ് സിറത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുഖത്തുള്ള പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ് അല്ലെങ്കിൽ പിമ്പിൾസ് ഒക്കെ വന്നതിന് ശേഷം വരുന്ന രീതിയിലുള്ള മാർക്സ്, ചെറിയ രീതിയിലുള്ള ചുളിവുകൾ, ഏജിങ്ങിൻ്റെ സൈൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി സഹായിക്കുന്ന നല്ലൊരു ഫേസ് സിറമാണിത്. അതുപോലെ തന്നെ നിങ്ങൾ വെയിലത്തോട്ട് ഇറങ്ങുന്ന സമയത്തുണ്ടാകുന്ന സൺ ടാൻ ഒക്കെ റിമൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന, നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യുന്ന നല്ലൊരു ഫേസ് സിറമാണിത്. ഇത് നമുക്ക് എന്നും രാത്രിയിൽ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫേസ് സിറമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഇതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നും ഒക്കെ നമുക്കിപ്പോൾ നോക്കാം. ഈ ഒരു ഫേസ് സിറം ഉണ്ടാക്കാൻ ആകെ നമുക്ക് വേണ്ടത് ഒരു കറ്റാർ വാഴപ്പോളയും റോസ്ഹിപ്പ് ഓയിലും പിന്നെ കുറച്ച് റോസ് വാട്ടർ മാത്രമാണ്. കറ്റാർ വാഴപ്പോളയുടെ ജെൽ ആദ്യം നമ്മൾ വേർതിരിച്ചെടുക്കണം. എന്നിട്ടത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കണം. അരിച്ചതിന് ശേഷം നമുക്ക് ക്ലിയർ ജെല്ല് കിട്ടും. ആ ജെല്ലാണിത്. അതിലേക്ക് 30 ഡ്രോപ്സ് റോസ്ഹിപ്പ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിനു വേണ്ടി നമുക്കൊരു ഡ്രോപ്പർ ഉപയോഗിക്കാം. സാധാരണയായി റോസ്ഹിപ്പ് ഓയിൽ വാങ്ങുമ്പോൾ കൂടെ ഒരു ഡ്രോപ്പറും കിട്ടും. അതുപയോഗിച്ച് കറക്റ്റ് 30 ഡ്രോപ്പ് റോസ്ഹിപ്പ് ഓയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. റോസ്ഹിപ്പ് ഓയിൽ നമുക്ക് ഓൺലൈനായും ഓഫ്ലൈനായും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അറൗണ്ട് ഒരു 300-400 രൂപയ്ക്ക് നമുക്ക് വലിയ ബോട്ടിൽ റോസ്ഹിപ്പ് ഓയിൽ വാങ്ങിക്കാൻ കിട്ടും. അത് നമുക്ക് സ്കിൻ കെയറിലും ഹെയർ കെയറിലും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റും. റോസ്ഹിപ്പ് ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന സമയത്ത് ഓയിലും വെള്ളവും കലരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും നന്നായി തന്നെ ഇളക്കി യോജിപ്പിക്കാൻ ശ്രമിക്കുക. വെള്ളവും അതുപോലെ ഓയിലും സെപ്പറേറ്റ് ആയിട്ട് കിടക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അതിനുശേഷം ഡ്രോപ്പറുള്ള വെളിച്ചം കയറാത്ത ഒരു ഡാർക്ക് ബോട്ടിൽ എടുക്കുക. ആ ബോട്ടിലിലേക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സിറം ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ബോട്ടിൽ നന്നായി അടച്ച് സൂക്ഷിക്കുകയും വേണം. ആദ്യം തയ്യാറാക്കി വെച്ച സിറം ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഫണൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ഡ്രോപ്പർ ഉപയോഗിക്കാം. അതുമല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ഒരു സ്പൂണ് കൊണ്ട് വേണമെങ്കിലും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സിറം ബോട്ടിലോട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. എങ്ങനെയാണെങ്കിലും മുഴുവനായിട്ടും ഈ ഒരു സിറം ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ബോട്ടിൽ നല്ലതുപോലെ അടയ്ക്കണം. അടച്ചതിന് ശേഷം ഈ ബോട്ടിൽ നന്നായി കുലുക്കുകയും ചെയ്യണം. ഇങ്ങനെ കുലുക്കുന്നത് വഴിയായിട്ട് നമ്മുടെ സിറം നന്നായിട്ട് മിക്സ് ആവുകയാണ് ചെയ്യുന്നത്. ഓരോ തവണ യൂസ് ചെയ്യുന്നതിന് മുൻപും ഈ പറയുന്ന നമ്മുടെ സിറത്തിൻ്റെ ബോട്ടിൽ നല്ലതുപോലെ കുലുക്കണം. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ലതുപോലെ അടച്ച് വേണം ഇത് സൂക്ഷിക്കാൻ. എയർ ടൈറ്റായിട്ട് തന്നെ സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ വെച്ച് തന്നെ ഈ ഒരു റോസ്ഹിപ്പ് ഓയിൽ ഫേസ് സിറം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ സിറം ഞാൻ എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോകുവാണ്. അതിന് വേണ്ടിയിട്ട് 4 ഡ്രോപ്പ് സിറം ഞാൻ എൻ്റെ കയ്യിലെടുത്തതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഡയറക്റ്റായിട്ട് ഡ്രോപ്പർ ഉപയോഗിച്ച് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. മുഖത്ത് എല്ലായിടത്തും അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഹാർഷായിട്ട് ഞാൻ മസാജ് ചെയ്യുന്നില്ല. മെല്ലെ പ്രസ് മസാജാണ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവായിട്ടുള്ളത്. ഈ ഒരു പ്രസ് മസാജ് ഒരു 2 മിനിറ്റ് ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കണ്ടത് എങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് ഒരു റോസ്ഹിപ്പ് ഓയിൽ ഫേസ് സിറം തയ്യാറാക്കാൻ പറ്റും എന്നതിനെ പറ്റിയിട്ടായിരുന്നു. ഇതാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു DIY റോസ്ഹിപ്പ് ഓയിൽ ഫേസ് സിറം. ഇത് എന്തുകൊണ്ടും നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നല്ലത്. രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് നമ്മുടെ മുഖം നല്ലതുപോലെ ക്ലെൻസ് ചെയ്യുക. അതിനുശേഷം ഒരു ടോണറൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു ഫേസ് സിറം ഒരു 3 to 4 ഡ്രോപ്സ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക.
പിന്നെ ഒരു മോയ്സ്ചറൈസർ ഇടുക, ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഈ ഒരു ഫേസ് സിറം നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പകൽ യൂസ് ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും എഫക്റ്റീവായിട്ട് കാണുന്നത് രാത്രിയിൽ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫേസ് സിറം ഏകദേശം 7 ദിവസം യൂസ് ചെയ്താൽ തന്നെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസമൊക്കെ ഈ ഒരു ഫേസ് സിറം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു നല്ലൊരു ഫേസ് സിറമാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള നല്ലൊരു സിമ്പിളായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ളൊരു DIY ഫേസ് സിറം കൂടിയാണിത്. ഈ ഒരു ഫേസ് സിറം ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. 7 ദിവസം കൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്ത് തീർക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ എഫക്റ്റീവായിരിക്കും. അതിന് ശേഷം യൂസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കുറച്ച് കുറഞ്ഞു വരും. അതുകൊണ്ട് വളരെ കുറച്ച് എമൗണ്ട് മാത്രം ഇത് പ്രിപ്പയർ ചെയ്ത് വെക്കുക. 7 ദിവസത്തിന് ശേഷം പുതിയൊരു ഫേസ് സിറം ഉണ്ടാക്കിയതിന് ശേഷം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം യൂസ് ചെയ്താൽ തന്നെ നമുക്ക് വളരെ വിസിബിളായിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഇന്നത്തെ ഈ ഒരു DIY സ്കിൻ കെയർ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു റോസിപ്പ് ഓയിൽ ഫേസ് സിറം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കണ്ടു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. namitha_mariya എന്നുള്ളതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ അടുത്ത തവണ കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.